ഹലോ ഫ്രണ്ട്സ്, ഇതെന്താണെന്നോ? സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു കേക്ക് തിന്നാൻ ആഗ്രഹേ. അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഒരു 5 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി, ഉപ്പ്, ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിന് പഞ്ചസാര, വാനില എസൻസ്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ബാറ്റർ ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. മൈദപ്പൊടി ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട്. അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ബാറ്റർ ഇതേപോലെ ആയിക്കഴിഞ്ഞ ശേഷം നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരി അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ബാറ്റർ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അടിയിൽ വേണമെങ്കിൽ പഴയ ഒരു പാത്രം വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കണം. വറുത്ത് കോരി മാറ്റി അണ്ടിപ്പരിപ്പ് അതിൻ്റെ മേലേക്ക് വിതറി കൊടുക്കാം. എന്നിട്ട് ഇതാ ഞാൻ ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി മേലെ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു 25 മിനിറ്റ് ഒക്കെ ആയതിന് ശേഷം വേറെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അപ്പുറത്തെ വശം ഒന്ന് വേവിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊന്ന് മുറിച്ച് നോക്കാം നമുക്ക്. ഇതാ എൻ്റെ ഉമ്മയാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ. ഇത് നല്ല കളറാണ്. അതേപോലെ നല്ല സോഫ്റ്റും ഉണ്ടാവും കേട്ടോ. ഇത് 2 ദിവസം 3 ദിവസമൊക്കെ വെച്ചിട്ട് കഴിക്കാൻ പറ്റണ കേക്കാണ് കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല സ്പോഞ്ചായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.